എന്നിട്ട് എന്റെ സാറേ പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്നിങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി നേരെ ഇത്രയൊക്കെ ആയില്ലേ? ആ നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാരി എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം. ഇനി ഭയങ്കര രസ. കാക്കു വരൂ. അന്തോണി വരൂ. ആ ഗ്ലാസും ഉണ്ടാ? ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ.